പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകം മുഴുവനും ഭീഷണി ഉയർത്തി പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുകയാണ് COVID-19 എന്ന മഹാമാരി. എന്നാൽ അങ്ങനെയൊന്നും തോറ്റുകൊടുക്കില്ല എന്ന വാശിയിലാണ് മലയാളികൾ. കൊറോണയെ പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറുന്ന കേരളത്തിന് കൈത്താങ്ങാകുകയാണ് വളരെയേറെ കാലം പ്രവാസിയായിരുന്ന മാത്യു വർഗീസ്. COVID-19 എന്ന മഹാമാരിയെ ഭയപ്പെടാതെ പ്രതിരോധത്തിലൂടെ കീഴ്പ്പെടുത്തണം എന്നാണ് തോട്ടപ്പുഴ പേൾ ഹിൽസ് കണ്ടത്തിൽ മാത്യു വർഗീസിന്റെ നിലപാട്. അതിന് അദ്ദേഹം തന്റെ വീട് ഐസൊലേഷൻ വാർഡാക്കി മാറ്റുന്നതിന് വിട്ടു നൽകാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിനായുള്ള തന്റെ താല്പര്യം അറിയിച്ച് പഞ്ചായത്തിന് സമ്മതപത്രവും നൽകി ഇദ്ദേഹം. ഇതിനായി വീട്ടിലുണ്ടായിരുന്ന മാതാവിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. 100 മീറ്റർ ചുറ്റളവിൽ മറ്റു വീടുകളൊന്നുമില്ലാത്ത സ്ഥലത്താണ് മാത്യു വർഗീസിന്റെ വീട്. 3000 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള വീട്ടിൽ വൈദ്യുതി, വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മഹാപ്രളയ കാലത്ത് 12 കന്നുകാലികളടക്കം 4 കുടുംബങ്ങൾ ദിവസങ്ങളോളം ഇവിടെയായിരുന്നു താമസിച്ചത്. വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാത്യു വർഗീസ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഭാര്യയും കുട്ടികളും തിരുവനന്തപുരത്താണ് താമസം. ജനിച്ചു വളർന്ന വീടും നാടും മറക്കാൻ കഴിയാത്തതുകൊണ്ട് ഇദ്ദേഹം ഇടയ്ക്കിടെ ഈ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. പഞ്ചായത്തിൽ 45 പേരാണ് COVID-19 രോഗ നിരീക്ഷണത്തിലുള്ളത് എന്നും ഇതിൽ 3 പേർ പ്രൈമറി ഐസൊലേഷനിലും 42 പേർ നിരീക്ഷണത്തിലുമാണ് ഉള്ളത് എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. രാജീവ് പറഞ്ഞു. ആവശ്യമായി വന്നാൽ ഇദ്ദേഹത്തിന്റെ വീട് ഐസൊലേഷൻ വാർഡാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. അതിനിടെ ദുബൈയിൽ നിന്നെത്തിയ മലയാളിക്ക് കണ്ണൂരിൽ COVID-19 രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്ന 7 പേർ ഇന്ന് നാട്ടിലെത്തും. രാത്രി 9 മണിക്ക് ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ഇവിടെ നിന്നും ആംബുലൻസിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇവർക്കൊപ്പമുള്ള 5 പേർ നേരത്തെ തന്നെ നാട്ടിലെത്തിയിരുന്നു. ഇവർ ചികിത്സയിലാണ്. COVID-19 മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക്കാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും മാത്രമാണ് വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി. സ്വീകരിക്കാനോ യാത്ര അയക്കാനോ കൂടുതൽ പേർക്ക് വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.